നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ ആലോചിക്കുന്നത്? അല്ല, ജയേഷ് എന്നെ തിരക്കി വീട്ടിലെത്തിയിട്ടുണ്ടാവോന്ന് എന്റെ പേടി. ഏയ്, അങ്ങനെയൊന്നും വരില്ല. ഇനി ചേച്ചി അവിടെ എത്തി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ആ നിമിഷം ഞാൻ അവിടെ എത്തും. അവനെന്നെ അത്രയ്ക്ക് ദ്രോഹിക്കുക. അഖില നോക്കിക്കോ, ഇനി ആ ജയേഷ് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഞാൻ മറ്റൊന്നും നോക്കില്ല. ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്തെന്ന് വരും. ഏയ്, അങ്ങനെ ചിന്തിക്കല്ലേ. എല്ലാത്തിനും ഒരു പരിഹാരമില്ലേ? അല്ലെങ്കിൽ തന്നെ ശ്രീകുട്ടി അവളെ ഓർക്കണ്ടേ? അഖി, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച എന്റെ ശ്രീകുട്ടിക്ക് നീയും ശ്യാമ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത്രയ്ക്ക് ഞാൻ അവനെ കൊണ്ട് അനുഭവിച്ചു. ഇനി കൊല്ലേണ്ടി വന്ന അവനെ ഞാൻ കൊല്ലും. ഏയ്, ഞാൻ വരട്ടെ. എന്നെ വിട്ടോ, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല, ഞാൻ നടന്നോളാം. മോളെ സൂക്ഷിച്ചേ, മോളെ സൂക്ഷിച്ചേ, പടി കയറണ്ട, അങ്കിള് വരാം. മോളെ സൂക്ഷിച്ചേ. അങ്കിളെ, അമ്മ വന്നിട്ടില്ല. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ? അത് പേടിക്കണ്ട, അമ്മ ചാവി എവിടെ വെച്ചേക്കണേന്ന് എനിക്കറിയാം. ആണോ? ഇങ്ങനെ സൂക്ഷിച്ചു. മോൾക്ക് ഇപ്പൊ വേദനയുണ്ടോ? കുറച്ച് മാറും കേട്ടോ. മോള് ശരിക്കും സൂക്ഷിക്കണം. മോള് കഴിക്കും. തള്ള എവിടെ മോളെ? ശ്രീകുട്ടി, പറയണ നിന്റെ തള്ള എവിടെ? കൊച്ചു കുട്ടികളെ ഉപദ്രവിക്കുന്നു. നിന്നെ ഞാൻ അയ്യോ ദൈവമേ, എന്റെ മോള്. അങ്കിളെ പ്ലീസ് വേണ്ട. ഒന്നുമില്ല മോളെ. മോള് പേടിക്കും, അതുകൊണ്ട് ഇപ്പൊ ഞാൻ നിന്നെ വെറുതെ വിടുക. ഇപ്പൊ നീ പൊക്കോ, അതാ നിനക്ക് നല്ലത്.
ഇനി നീ ഇവിടെ എങ്ങനെ വന്നാ തിരിച്ചു പോകുന്നത് ഈ ഷേപ്പിലാവില്ല. ഓ നീ ഓർത്തോ. തൽക്കാലം ഞാൻ പോവാ. അതെ, നിന്നെ പേടിച്ചിട്ടല്ല. ഇനി മുതൽ നീ എന്റെ നോട്ടപ്പുള്ളിയാ. താമസിയാതെ ഞാൻ ആരാണെന്ന് നീ അറിയും. ഓടാ എടീ, എന്റെ തള്ള വരുമ്പോ പറഞ്ഞേക്ക് ജയേഷ് വന്നിരുന്നു, ഇനിയും വരുമെന്ന്. അങ്കിളെ പ്ലീസ് വേണ്ട വേണ്ട പ്ലീസ്. ഒന്നുമില്ല മോളെ. പിന്നെ പുതിയ കാമുകൻ അവള് വീട്ടിൽ കെട്ടി താമസിപ്പിച്ചിരിക്കാന്ന് എനിക്ക് മനസ്സിലായി. ഈ ജയേഷ് അത് പൊറുക്കില്ലെന്ന് നിന്റെ അമ്മയോട് പറഞ്ഞേക്ക്. അങ്കിളെ വേണ്ട പ്ലീസ് വേണ്ട വേണ്ട. അവളെ ഞാൻ വെറുതെ വിടില്ല, നീ നോക്കിക്കോ. അയ്യോ, അവളെ ഞാൻ വെറുതെ വിടില്ലടാ. ഓടാ. അങ്കിളെ പൊയ്ക്കോട്ടെ. മോളെ, അവൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശല്യപ്പെടുത്താറുണ്ടോ? അങ്കിളെ അയാൾ ചിലപ്പോഴൊക്കെ ഇവിടെ വരും. എന്റെ അമ്മയ്ക്ക് അയാളെ ഇഷ്ടമല്ല. വലിയ പേടിയാ. എനിക്കും അയാളെ വലിയ പേടിയാ അങ്കിളെ. മോള് പേടിക്കണ്ട കേട്ടോ. വാ. മോള് പേടിച്ചോ? പേടിക്കണ്ട കേട്ടോ. അങ്കിളില്ലേ മോക്ക്? പേടിക്കണ്ട കേട്ടോ. അങ്കിൾ എന്റെ അടുത്തുള്ളപ്പോ എനിക്ക് ഒരു പേടിയുമില്ല. ഇനി അവനിവിടെ പ്രശ്നത്തിന് വന്ന അപ്പൊ തന്നെ മോള് അങ്കിളിനെ ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്താൽ മതി. അങ്കിള് ഓടി ഇങ്ങ് വരും. കേട്ടോ? ശരി അങ്കിളെ. എന്റെ ശ്രീകുട്ടിയെ അങ്ങനെ ഇനി ആരും പേടിപ്പിക്കാൻ വരില്ല. അങ്ങനെ ആരെങ്കിലും പേടിപ്പിക്കാൻ വന്നാൽ അത് അങ്കിളേറ്റു. കേട്ടല്ലോ? അല്ല മോളെ, മോളുടെ അമ്മ എതിരെ വന്നില്ലല്ലോ. അത് ഞാനും ആലോചിക്കുന്നേ. അമ്മ ഇത് എവിടെ പോയതാ? അമ്മ വന്നോട്ടെ. അതുവരെ അങ്കിൾ ഇവിടെ മോളുടെ അടുത്ത് തന്നെ ഉണ്ടാവും. അതുപോലെ അത് മതി. എന്നാലേ നമുക്ക് അങ്കിൾ ഓറഞ്ച് എടുത്തു തരാം. അങ്ങനെ കുട്ടികൾ വിശന്നിരിക്കാൻ പാടില്ല. ഈശ്വര, എന്നെ കാണാതെ അരുൺ പോവില്ല. ഇനി ഞാൻ എന്താ ചെയ്യാ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.